എന്നെ അമ്മ എല്ലാവരെയും ചുംബിക്കുമല്ലോ. ഉമ്മ കൊടുത്ത് എനിക്കൊരു ഉമ്മ തന്നു. എൻ്റെ അമ്മ എനിക്ക് തരുന്ന ഒരു ഉമ്മയുടെ യോഗ്യതയാണ് ഞാനത് കണ്ടത്. അതിനപ്പുറത്തേക്കൊന്നും കണ്ടില്ല. ഞാനൊരു ചുംബനം അമ്മയ്ക്ക് കൊടുത്തു. ഞങ്ങളാരും അമൃതാനന്ദമയ്യയുടെ അവിടെ പോയി ഒരു ആലിംഗനത്തിൽ പെടാൻ പാടില്ല. ബാക്കിയുള്ളവർക്കും പറ്റും. അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. മാതാ അമൃതാനന്ദമയി എന്ന ഇന്ന് ലോകമറിയപ്പെടുന്ന അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ അമ്മയെ ഇന്നലെ ഞാൻ പോയി സാംസ്കാരിക വകുപ്പിൽ ആദരിച്ചു. എനിക്ക് ഇന്നലെ തന്നെ ഒരു 25,000-30,000 ആളോട് കാണും ഞാൻ പങ്കെടുത്ത ചടങ്ങിൽ. അവരെന്ത് തെറ്റായി നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരൊരുപാട് ചാരിറ്റി ചെയ്യുന്നു. അമൃത ഹോസ്പിറ്റൽ എന്തുമാത്രം ആൾക്ക് പ്രയോജനം. അമൃത സ്കൂളുകൾ, ഡൽഹിയിൽ ഇപ്പോൾ അവരുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് അവർ പണിതിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ അവരുടെ ഡിവോട്ടീസിൻ്റെ സഹായത്തോട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്യാസി വലിയ ശേഷന്മാരോട് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ആദരിച്ചു. എന്നെ അമ്മ എല്ലാവരെയും ചുംബിക്കുമല്ലോ. ഉമ്മ കൊടുത്ത് എനിക്കൊരു ഉമ്മ തന്നു. എൻ്റെ അമ്മ എനിക്ക് തരുന്ന ഒരു ഉമ്മയുടെ യോഗ്യതയാണ് ഞാനത് കണ്ടത്. അതിനപ്പുറത്തേക്കൊന്നും കണ്ടില്ല. ഞാൻ അമ്മയ്ക്ക് ഷാൾ ഇട്ടിട്ട് ഞാനൊരു ചുംബനം അമ്മയ്ക്ക് കൊടുത്തു. എൻ്റെ അമ്മയുടെ പ്രായമുള്ള എൻ്റെ അമ്മയുടെ സ്ഥാനത്തേക്കുന്ന ഒരു അമ്മയ്ക്ക് ഞാൻ ഉമ്മ കൊടുക്കുന്നുണ്ട്. നാട്ടിൽ പലർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അതൊന്നും എഴുതി ഫേസ്ബുക്ക് മുതലാളിമാരെല്ലാം എഴുതിക്കൊണ്ടിരിക്കുക. സഹിച്ചറിയാൻ എന്തിനോടെ പോയി ഇങ്ങനെയുള്ള ദൈവത്തെ കാണാൻ പോയി. ശരി, ഇത് ദൈവമായിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ദൈവമാൻ്റെ എനിക്കറിയേണ്ട കാര്യമില്ല. എൻ്റെ മുമ്പിലുള്ള വിഷയം എന്താ? ഗവൺമെൻറ് മുമ്പിലുള്ള വിഷയം എന്താ? അവർ 25 വർഷം മുമ്പ് കേരളത്തിൻ്റെ ഭാഷ എടുത്തുകൊണ്ട് ഈ നാടിന് വേണ്ടി പ്രസംഗിച്ചു. അതിനെ അംഗീകരിക്കണം. അതാണ് ഗവൺമെൻറ്. ഞങ്ങളാരും അമൃതാനന്ദമയ്യയുടെ അവിടെ പോയി ഒരു ആലിംഗനത്തിൽ പെടാൻ പാടില്ല. ബാക്കിയുള്ളവർക്കും പറ്റും. അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അത് മനസ്സിൽ വെച്ചാൽ മതി. അതുകൊണ്ട് ഞങ്ങളാരും അവരെ ഡിവോട്ട് ചെയ്യാൻ വേണ്ടി പോയല്ല. ഞങ്ങളവിടെ പോയി അവരെ ബഹുമാനിച്ചു, അവരെ ആദരിച്ചു. സാധാരണ അവരുടെ ഡിവോട്ടീസ് ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവർക്കും അവിടെ ജാതി മതമൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. എല്ലാ ആളുകളും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവരെല്ലാവരും ആലിംഗനം ചെയ്യും, കെട്ടിപ്പിടിച്ചും വരും. ഒരമ്മയുടെ സ്നേഹം അവർ കൊടുക്കുന്നത് കരുതല. അതിനപ്പുറത്തേക്കൊന്നും കാണേണ്ട കാര്യമില്ല. എന്നാലും എന്നോടും ആ ഒരു സമീപനം സ്വീകരിച്ചു. ഞാൻ തിരിച്ചൊരു സമീപനം സ്വീകരിച്ചു. അപ്പം ഞങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളുകയാണ്. ഞാൻ ഇന്നലെ മാതാ അമൃതാനന്ദമയ്യെ കാണാൻ പോയി. ഇന്നിപ്പോൾ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ വൈകിട്ട് TV ഓൺ ചെയ്താൽ കാണാൻ പറ്റും. അവർ 25 വർഷം മുമ്പ് പ്രതിഭ എന്നോട് പറഞ്ഞ ഞാൻ തന്നത് പറയട്ടെ, ഞാൻ പറയേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ ഈ കൂട്ടത്തിൽ പറയും. യുണൈറ്റഡ് നേഷൻസിൽ അവരൊരു പ്രസംഗം നടത്തി മലയാളത്തിൽ. ചെറിയ കാര്യമല്ല. 4ാം ക്ലാസ്സിൽ ഉള്ള വിദ്യാഭ്യാസം. കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ അവര് യുണൈറ്റഡ് നേഷൻസിൽ പോയി 25 വർഷം മുമ്പ് മലയാളത്തിൽ പ്രസംഗിച്ചു. പ്രസംഗം ഞാൻ മുഴുവൻ കേട്ടു. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ശാന്തിയും സമാധാനവും ലോകത്തുണ്ടാകട്ടെ എന്ന് മലയാളത്തിലാണ് പറയുന്നത്. 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു മീറ്റിങ്ങിൽ അവർക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോൾ ആ 25ാമത് വർഷം സാംസ്കാരിക വകുപ്പ് അവരെ ആദരിച്ചു.